ഇടുക്കി മൂന്നാർ ടൗണിൽ വിരാമമില്ലാതെ വന്യജീവി സാന്നിധ്യം. കാട്ടാനയ്ക്കു പിന്നാലെ നഗരത്തിൽ ഭീഷണി ഉയർത്തി കാട്ടുപോത്തും ഇറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തി മൂന്നാർ ടൗണിൽ കാട്ടുപോത്ത് ഇറങ്ങിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം നിരവധി വിനോദസഞ്ചാരികളുള്ള സമയത്താണ് 7:30 മണിയോടെ കാട്ടുപോത്ത് എത്തിയത്. തുടർന്ന് സമീപത്തുള്ള സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയവും കാട്ടുപോത്ത് സന്ദർശിക്കാൻ മറന്നില്ല. ദേവാലയത്തിന്റെ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ തട്ടാതെ ഓരം ചേർന്ന് നടന്ന് ദേശീയപാതയിലെത്തി. പിന്നീട് പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപവും ഇവിടുത്തെ സ്വകാര്യ ഹോട്ടൽ കവാടത്തിലും പ്രവേശിച്ചു. 1/2 കിലോമീറ്ററോളം റോഡിലൂടെ സഞ്ചരിച്ച് മൂന്നാർ ടൗണിലെത്തി. പഞ്ചായത്ത് റോഡിലൂടെ കാട് കയറിയതോടെയാണ് ഭീതി ഒഴിഞ്ഞത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ജനവാസ മേഖലയായ അന്തോണിയാർ കോളനിയിലും കാട്ടുപോത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മൂന്നാർ ദേവികുളം റോഡിലും കാട്ടുപോത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ടൗണിലെ വന്യജീവി സാന്നിധ്യം വലിയ ആശങ്കയാണ് ജനങ്ങളിൽ. ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ആറോ ജംഗ്ഷനിലെ SBI ബാങ്ക് കെട്ടിടത്തിന് സമീപം കാട്ടാന ഇറങ്ങിയിരുന്നു. മൂന്നാർ ടൗണിൽ വന്യജീവി സാന്നിധ്യം കടുത്ത ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ വനവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.